ആലപ്പുഴയ്ക്ക് പിന്നാലെ നവകേരള സദസ്സിൽ മർദ്ദനത്തിന് കൂട്ടുനിന്ന കണ്ണൂർ പഴയങ്ങാടിയിലെ പോലീസുകാർക്കെതിരെയും നടപടി വേണമെന്നാവശ്യം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് വിഷയം ഉന്നയിച്ചിട്ടുള്ളത്. കരിങ്കൊടി കാട്ടിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ചെടിച്ചട്ടിയും ഹെൽമറ്റും ഉപയോഗിച്ച് മർദ്ദിക്കുമ്പോൾ പോലീസ് കാഴ്ചക്കാരായി നിന്നുവെന്നാണ് ആക്ഷേപം. അന്നത്തെ ആക്രമണത്തിൽ പരിക്കേറ്റ സുധീഷ്, രാഹുൽ, മഹിത എന്നിവർ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുന്നു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഷയിൽ പറഞ്ഞാൽ രക്ഷാപ്രവർത്തനം, അങ്ങനെ ആദ്യത്തെ രക്ഷാപ്രവർത്തനം നടന്നത് യഥാർത്ഥത്തിൽ ഈ പഴയങ്ങാടിയിലാണ്. അന്നത്തെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായവർ അല്ലെങ്കിൽ അടികിട്ടിയവരാണ് ഇപ്പോൾ നമുക്കുള്ളത്. വെറും അടിയല്ല, ഹെൽമറ്റ് കൊണ്ടും ചെടിച്ചട്ടി കൊണ്ടും എല്ലാം തന്നെ. ഇപ്പോഴും അവർ അതിന്റെ ചികിത്സയിലാണ്. അവർക്കതിന്റെ രോഗങ്ങളും പ്രശ്നങ്ങളുമുണ്ട്. അന്ന് അടികിട്ടിയതിന് ശേഷം തലക്കാണ് എനിക്ക് പരിക്ക് പറ്റിയ സമയത്ത് തലക്ക് ക്ലോട്ട് ചെയ്തിട്ടുണ്ടെന്നല്ലായിരുന്നു വിഷയം. 2 ദിവസം ICUയിൽ കിടന്നു. അതിനുശേഷം 3 മാസം കൂടുമ്പോൾ ഇപ്പോൾ കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാറുണ്ട്. മംഗലാപുരത്ത് വെച്ചിട്ടാണ് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഡോക്ടർമാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എപ്പോഴെങ്കിലും മറവിയുടെ സിംറ്റമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുവാണെങ്കിൽ ആ ക്ലോട്ട് നീക്കം ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നു. കൈവേദനയുണ്ട്. ഇനിയിപ്പം മഴക്കാലം, തണുപ്പ്, ആ സമയം ആടുന്ന അങ്ങോട്ടേക്ക് ആകുമ്പോൾ നല്ല വേദനയാണ്. വെയിറ്റ് എടുക്കാൻ പറ്റില്ല. ബസ് യാത്ര ചെയ്യുമ്പോൾ ബസ്സിൽ കമ്പി പിടിക്കാൻ വേണ്ടി പറ്റില്ല. ഒരു സമരത്തിന് ഇറങ്ങുമ്പോൾ ഇത്തരത്തിലൊരു ഭീകരാന്തരീക്ഷം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. ഇത്ര വലിയൊരു അപകടം എന്തായാലും ഉണ്ടാവുന്നില്ല രീതിയിലൊന്നും പ്രതീക്ഷിച്ചു. കാരണം അത്രമാത്രം ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ഞങ്ങളൊന്നും കഴിയില്ല. ഒരു ചെറിയൊരു കരിങ്കൊടി കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അന്നത്തെ ദിവസം വീട്ടിൽ നിന്ന് സ്വന്തം അച്ഛനോടും അമ്മേനോടും പറഞ്ഞത്, അമ്മ ഇങ്ങനെ മുഖ്യമന്ത്രിനെ കരിങ്കൊടി കാണിക്കാൻ പോവുകയാണ്, ഒരുപക്ഷെ 1-2 ദിവസം റിമാൻഡ് ആവാം. പക്ഷേ ഈ രീതിയിലുള്ള ഒരു അക്രമം പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. 8 പേര് ചേർന്ന് 4 പേരെ മർദ്ദിക്കുമ്പോൾ കാക്കിയിട്ട പോലീസുകാർ കൃത്യനിർവഹണം ചെയ്തിട്ടില്ല എന്നുള്ള കാര്യത്തിലാണ് നമുക്കുള്ളൊരു പരാതി. ഈ കാക്കിയിട്ട പോലീസുകാർ അവർക്ക് തല്ലാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് ആ ഒരു അവസരത്തിൽ ചെയ്തത്. ആ നോക്കി നിന്ന പോലീസുകാർക്കെതിരെയും നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇനി ഒരു പരാതി കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ആ പോലീസുകാർ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടോ? ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. കൃത്യമായി ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കുറ്റപത്രം കൊടുക്കാൻ വേണ്ടി ലേറ്റ് ആയതിന്റെ കാരണം അവർ പറഞ്ഞത്, ഒന്ന്, അടിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങൾ അവർക്ക് കണ്ടെത്തിയിട്ട് പറ്റിയിട്ടില്ലെന്നാണ്. ഹെൽമറ്റും ചെടിച്ചട്ടി ആയുധങ്ങൾ കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്ന് പറയുമ്പോൾ ലോകം മുഴുവൻ കണ്ട, ദൃശ്യമാധ്യമങ്ങൾ മുഴുവൻ കണ്ടതാണ് ചെടിച്ചട്ടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടാണ് അടിച്ചത്. ഒരുപക്ഷെ ഹെൽമറ്റ് ആ ബൈക്കിൽ വരുന്ന യാത്രക്കാരൻ എടുത്തിട്ട് പോയിട്ടുണ്ടാവും. പക്ഷേ സർക്കാർ സ്ഥാപനമായ KSEB ഓഫീസിലെ ചെടിച്ചട്ടി എടുത്തിട്ടാണ് അടിച്ചു പൊട്ടിയ ചെടിച്ചട്ടിന്റെ അവശിഷ്ടങ്ങൾ ഇന്നും അതേപോലെ അവിടെ തന്നെ കിടക്കുന്നുണ്ട്. സർക്കാരിനോട് ആവശ്യപ്പെടുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ തുടർ നടപടികൾ വേഗത്തിലാക്കണം. എന്നെ അടക്കം നമ്മൾ ഉണ്ടായ 4-5 സഹപ്രവർത്തകരെ അവർ പറ്റാവുന്നത്ര തല്ലിക്കൊല്ലടാന്ന് ആക്രോശിച്ചുകൊണ്ട് തന്നെ എന്താ പറയുക നമ്മൾ ആക്രമിക്കുകയുണ്ടായി. കൂടാതെ പിന്നെ നമ്മൾ വാഹനത്തിൽ കയറ്റി, പോലീസ് ജീപ്പിലേക്ക് കയറ്റി, പോലീസ് ജീപ്പൊന്നും ക്രൂരമായി മർദ്ദിച്ചു. നമ്മളെ കൂടെ ഉണ്ടായ സഞ്ജുവിന്റെ ചെവിയുടെ കേൾവിശക്തി ഇപ്പോഴും കിട്ടിയിട്ടില്ല. അവർ പേരിന് 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ അറസ്റ്റ് ചെയ്ത് അവർ റിമാൻഡ് കാലാവധി കഴിഞ്ഞ് തിരിച്ചു വന്ന സമയത്താണ് അവർക്ക് വൻപിച്ച സ്വീകരണമായിരുന്നു കൊടുത്തത്. കാരണം ഈ സർക്കാരിൽ നിന്ന് കുറെ കൂടി നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നതാണ് സർക്കാരിൽ വിശ്വസിക്കുന്നുണ്ട് എന്തായാലും. കാരണം AD തോമസിന്റെ കേസിൽ ഇപ്പം പുനരന്വേഷണം വേണമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ഒരു കമ്മീഷനൊക്കെ വെക്കുന്നുണ്ടല്ലോ. അപ്പം അതിൻ്റെ നമുക്കും അതിനായ നീതി കിട്ടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പരാതിയുമായി വീണ്ടും മുന്നോട്ട് പോകാൻ കാരണം